ഹായ് ഫ്രണ്ട്സ്, സുർബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഐസ്ക്രീം റെസിപ്പീസ് ആയിട്ടാണ്. ചാനലിൽ ഞാൻ ഇതിനു മുമ്പേ ഐസ്ക്രീമൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടു നോക്കിയില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ 4 ഐസ്ക്രീം ഒരുമിച്ചാണ് തയ്യാറാക്കുന്നത്. അതിൽ വാനില, ചോക്ലേറ്റ്, പിന്നെ 2 ഫ്രൂട്ട് ഐസ്ക്രീമാണ്. ഒന്ന് മാംഗോവും പിന്നെ അവക്കാഡോവും. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. ഇവിടെ ഒരു പഴുത്ത അവക്കാഡോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലെ പച്ച ഭാഗം നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഈ അവക്കാഡോ പേസ്റ്റ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഈ അവക്കാഡോ ഫ്രൂട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഈ ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഐസ്ക്രീം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു ചാനലിൽ. പിന്നെ അവക്കാഡോ ഷേക്കൊക്കെ ഇട്ടിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുവിൻ. അങ്ങനെ നമ്മുടെ അവക്കാഡോ പേസ്റ്റ് ഞാനിവിടെ മൂടി കൊണ്ട് പൊത്തിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്ത ഫ്രൂട്ടായ മാങ്ങ എടുക്കാം. ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നാരില്ലാത്ത മാങ്ങയാണ്. ഇനി നാരുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങളൊരു അരിപ്പ വഴി അരിക്കേണ്ടി വരും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ അരച്ചെടുത്തിരിക്കുന്ന ഈ മാംഗോ പേസ്റ്റ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ നേരത്തെ അവക്കാഡോ ചെയ്തില്ല, അതുപോലെ തന്നെ നമ്മൾക്ക് ഈ മാംഗോ പേസ്റ്റും ഈ ഒരു ബൗളിലാക്കി നമ്മൾക്കൊന്ന് മാറ്റി വെക്കേണ്ടതാണ്. പിന്നെ ഈ മാംഗോ ഐസ്ക്രീമിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതുണ്ടാക്കിയിരിക്കുന്നത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അങ്ങനെ ഈ മാംഗോ പേസ്റ്റ് ഞാനിവിടെ മാറ്റി വെക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് ചോക്ലേറ്റിൻ്റെ പണി നോക്കാം. ഇവിടെ ആദ്യം ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു വെസലിൽ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് ഒരു ബൗളിൽ നമ്മൾക്ക് ആവശ്യമുള്ളത്ര ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാവുന്ന വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഈ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി നമ്മൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഞാൻ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോഴും ഇത് കാണുമ്പോഴും ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഞാൻ 2 രീതിയിൽ ട്രൈ ചെയ്ത സമയത്തും വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ ഏത് രീതിയിൽ ട്രൈ ചെയ്താലും നല്ലതായിരിക്കും. അങ്ങനെ ചോക്ലേറ്റ് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നമ്മൾക്ക് ഈ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾക്ക് 3 ഐസ്ക്രീമിന് വേണ്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അതായത് അവക്കാഡോ, മാംഗോ പിന്നെ ചോക്ലേറ്റിൻ്റെതും ഏകദേശം ആയി. ഇനി നമ്മൾക്ക് ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ ഇതൊരു മൂടി കൊണ്ടൊന്ന് പൊത്തി വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾക്ക് വേണ്ടത് ഗ്ലൂക്കോസ് സിറപ്പാണ്, അതായത് ഷുഗർ സിറപ്പ്. ഈ സിറപ്പ് ഉണ്ടാക്കുന്ന വിധം ഞാൻ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനലിലുണ്ട് ഇതിൻ്റെ വീഡിയോ. ഈ സിറപ്പ് ഉണ്ടാക്കുന്ന വിധം കൂടി ഇതിൽ കാണിക്കുന്ന സമയത്ത് ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നു. അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാതെ ഇരുന്നത്. ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഞാനിവിടെ ഹെവി വിപ്പിംഗ് ക്രീം ഒരു വലിയ ബൗളിൽ ഒഴിക്കുകയാണ്. ഇനി നമ്മൾക്കൊരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിനിടയിൽ തന്നെ നമ്മൾക്ക് ആവശ്യമായ, അതായത് ഈ ഐസ്ക്രീമിന് ആവശ്യമായ എസൻസ് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ഐസ്ക്രീം എസൻസ് എടുക്കാം, അല്ലെങ്കിൽ വാനില എസൻസ് ഉപയോഗിക്കാം. ഞാനിവിടെ ഐസ്ക്രീം എസൻസ് 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്ത് തുടങ്ങാം. അങ്ങനെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റേജ് ആകുന്ന സമയത്ത് നമ്മൾക്ക് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
അതായത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ മാങ്ങയും അവക്കാഡോവും പിന്നെ ചോക്ലേറ്റൊക്കെ ഉരുക്കുന്ന സമയത്തും കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിരുന്നു. ഇനി നമ്മൾക്ക് കുറച്ചുകൂടി മധുരം ആവശ്യമായിട്ടുണ്ട്. അതിനാൽ ഞാൻ ഇവിടെ ഗ്ലൂക്കോസ് സിറപ്പാണ് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഷുഗർ സിറപ്പ്. ഇത് ഉണ്ടാക്കുന്ന വിധം ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചിട്ടില്ല. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾക്കിതൊന്ന് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ 3 ഐസ്ക്രീം, അതായത് ചോക്ലേറ്റും പിന്നെ മാംഗോ അവക്കാഡോ ഒക്കെ ഐസ്ക്രീം ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു എന്ന്. പക്ഷേ ആ സമയത്ത് ഉണ്ടാക്കുന്ന സമയത്തൊന്നും ഞാൻ ഈ ഗ്ലൂക്കോസ് സിറപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഇതൊന്ന് പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത്. ഇതിൽ ഞാൻ വാനില ഐസ്ക്രീം മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇതുവരെ. അപ്പോൾ ഇത്തവണ ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഗ്ലൂക്കോസ് സിറപ്പ് ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് ഒന്നിത് ഷെയർ ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഐസ്ക്രീമൊക്കെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തന്നത്. അപ്പോൾ നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് പിന്നെ മാംഗോ അവക്കാഡോയിലൊക്കെ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ വിപ്പിംഗ് ക്രീം 3 ബൗളിൽ നമ്മൾ ആവശ്യത്തിന് ചേർത്തതിന് ശേഷം ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം നമ്മൾക്ക് മറ്റൊരു ബൗളിലേക്ക് ആക്കാം. അതായത് ഞാനിവിടെ 4 ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒന്ന് വാനില ഐസ്ക്രീമാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ക്രീം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ആക്കുന്നത്. ഇതിലിനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് നമ്മുടെ വാനില ഐസ്ക്രീമിൻ്റെ ക്രീമും. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്കാക്കി നമ്മൾക്കിത് കവർ ചെയ്ത് വെക്കാം. ഇനി അടുത്തതായി നമ്മൾക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബൗളിലുള്ള ക്രീമും നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അവക്കാഡോ വിത്ത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾക്കിതൊരു ഏതിലാണോ സെറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് ആക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ അവക്കാഡോയുടെ ക്രീം ചേർക്കുകയാണ്. അങ്ങനെ ഈ അവക്കാഡോ ചേർത്തിരിക്കുന്ന ബോക്സ് നന്നായിട്ട് കവർ ചെയ്യുക. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് മാംഗോ വിപ്പിംഗ് ക്രീമും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഈ മാംഗോയും വിപ്പിംഗ് ക്രീമും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മറ്റൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ ആക്കി വെക്കാം. അങ്ങനെ മാംഗോ ചേർത്തിരിക്കുന്ന ഈ ബോക്സും നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മറ്റൊരു ബൗളിലേക്ക് ആക്കാം. അങ്ങനെ ചോക്ലേറ്റ് ചേർത്തിരിക്കുന്ന ഈ ബോക്സ് നമുക്ക് നന്നായിട്ട് കവർ ചെയ്യാം. എന്നിട്ട് നമ്മൾക്കിനി ഈ 4 ബോക്സ്, അതായത് മാംഗോ, അവക്കാഡോ, ചോക്ലേറ്റ്, വാനില, ഇവയെല്ലാം നമ്മൾക്ക് ഫ്രീസറിൽ വെക്കാവുന്നതാണ്. ഫ്രീസറിൽ ഒരു 8 മണിക്കൂർ നമ്മൾക്കിത് വെക്കാം. ഇനി നമ്മൾക്കിത് 8 മണിക്കൂറിന് ശേഷം മാത്രം ഇനി പുറത്തെടുത്താൽ മതി. ഇനി അടുത്തതായി നമുക്ക് ഫ്രൂട്ട് സാലഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. ഞാനിവിടെ മാംഗോ, ആപ്പിൾ, ബനാന, പോംഗ്രാനൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം.
അങ്ങനെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഞാൻ ചെറുതായി അരിയുകയും ഒരു ബൗളിലിടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഫ്രൂട്ട്സൊക്കെ ചെറുതായിട്ട് തണുപ്പ് വേണമെങ്കിൽ നമ്മൾക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാവുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾക്ക് ഫ്രൂട്ട്സിന് കസ്റ്റർഡ് കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഇന്ന് കസ്റ്റർഡ് ഉണ്ടാക്കുന്ന വിധം കാണിക്കുന്നില്ല. ഞാനിത് ഉണ്ടാക്കുന്ന വിധം ഓൾറെഡി ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾക്ക് ഇതൊക്കെ ഐസ്ക്രീമിന് ഡെക്കറേഷൻ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളാണ്. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം പുറത്തെടുക്കാം. ഞാനിവിടെ മാംഗോവും അവക്കാഡോയും പുറത്തെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾക്ക് വാനിലയും ചോക്ലേറ്റും കൂടി ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഐസ്ക്രീം ബോക്സ് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമ്മൾക്ക് ഐസ്ക്രീമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരുന്നു. ഇനി ഫ്രൂട്ട്സ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കസ്റ്റർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ഞാൻ ഈ കസ്റ്റർഡും നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതായിരുന്നു. അതും ഫ്രിഡ്ജിലാണ് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റർഡ് ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി വീണ്ടും നമുക്ക് ഫ്രൂട്ട്സ് അതിന് മുകളിലായിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്കിത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് അവിടെ വെക്കാം. അപ്പോൾ ഇനി ഇതിന് മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഐസ്ക്രീം നമ്മളുടെ ഇഷ്ടാനുസരണം ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. ഇവിടെ മാംഗോ, ചോക്ലേറ്റ്, അവക്കാഡോ എന്നിവയുടെ ഓരോ സ്കൂപ്പ് വീതം ഞാൻ ആ ഫ്രൂട്ട് സാലഡിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പിറകിലായി നമ്മൾക്ക് ഒരു ഐസ്ക്രീം കപ്പിൻ്റെ അടിഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വാനില ഐസ്ക്രീമും അതുപോലെ മാംഗോ ഐസ്ക്രീമും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ ഇതിൻ്റെ നടുവിലായി അവക്കാഡോ ഐസ്ക്രീമാണ് വെക്കുന്നത്. ഇനി ഇതിന് മുകളിലായി ഈ അവക്കാഡോ ഐസ്ക്രീമിൻ്റെ മുകളിലായി ഞാൻ ഐസ്ക്രീം കപ്പിൻ്റെ മേൽഭാഗമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അങ്ങനെ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം വെച്ചതിന് മുകളിലായി നമുക്ക് വീണ്ടും ഒരു ഐസ്ക്രീം കപ്പിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൽ നമുക്ക് മാംഗോ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിത് എൻ്റേതായ ഒരു രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അല്ലെങ്കിൽ നിങ്ങളുടേതായ സ്റ്റൈലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല വൃത്തിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഐസ്ക്രീം കപ്പിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് അതിന് മുകളിലായിട്ട് വാനില ഐസ്ക്രീം കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പിസ്തയാണ് ഉപയോഗിക്കുന്നത്. പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ ചേർക്കുകയാണ്. ഇനി നമ്മൾക്ക് വേഫേഴ്സ് ഉണ്ടെങ്കിൽ അതും ഓരോ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെക്കാം. പിന്നെ നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കളർഫുള്ളാക്കാൻ പറ്റുമോ അതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സിലാകെ പിസ്ത മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ്, ബദാം എന്നിവയൊക്കെ നിങ്ങൾക്ക് ചെറിയ പീസസ് ആക്കി ഉപയോഗിക്കാവുന്നതാണ്. കാണാനും നല്ല കളർഫുള്ളായിരിക്കും. ഇനി നമുക്ക് ഷുഗർ ക്യാൻഡിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഓരോ സൈഡിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി കളർഫുള്ളാകും. അതിനു വേണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
ഇങ്ങനെ വീട്ടിൽ തന്നെ ഐസ്ക്രീമൊക്കെ തയ്യാറാക്കി അതിൽ ചെറിയ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മൾ ഫാമിലി മൊത്തമൊക്കെ കഴിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കാനും മടി കാണിക്കരുത്. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുകയും അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഒരു പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്